1 തെസ്സലോനിക്കർ 3:4 എപ്പിസോഡിലേക്ക് നമ്മൾ കടന്നിരിക്കുക. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനാ ഇത്ര ശക്തമായിട്ടിത് പറയുന്നു? ഞാൻ പറഞ്ഞല്ലോ, കേരളം കത്തുകയാണ്. നാളെ നമ്മുടെ ഇന്ത്യ മുഴുവൻ കത്തും. രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ മാറി മറിയും. സുവിശേഷ വിരോധികൾ കേരളം കത്തിക്കും. 2 ദിനവാർത്തം 7:14 നമ്മളിൽ അനർത്ഥമാകുന്നില്ലെങ്കിൽ പിശാച് നമ്മളെ വേട്ടയാടും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദേശത്തിൻ്റെ കലാപങ്ങളെ ദൈവം മാറ്റിക്കൊള്ളും. ദേശത്ത് പടർന്നു പന്തലിക്കുന്ന മാരക രോഗങ്ങളെ ദൈവം മാറ്റിക്കൊള്ളും. ദേശത്ത് വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെ ദൈവം മാറ്റും. 3 കാര്യങ്ങളാണ് വേദപണ്ഡിതന്മാർ ഒരുപോലെ പറയുന്നത്. 1 പ്രകൃതിക്ഷോഭം, 2 പകർച്ചവ്യാധികൾ, 3 കലാപങ്ങൾ. ഇതാ കലാപത്തിന് തിരികൊളുത്തിയിരിക്കുക. പള്ളുരുത്തിലെ സ്കൂളാണ് അതിന് നിദാനമായി തീർന്നത്. ആ പാവം പിടിച്ച കന്യാസ്ത്രീമാർ എന്ത് പഠിച്ചു? നിയമത്തിൽ നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു സ്കൂളിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ നിയമം പാലിച്ച് കോടതി വിധി മുമ്പ് പല കോടതി വിധികളുടെ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ പോലും അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് അദൃശ്യ ശക്തികൾ, ഏതായി അദൃശ്യ ശക്തി, അത് തെളിയിച്ചു തരാനായിട്ട് എനിക്ക് നിങ്ങളോട് ബാധ്യതയുണ്ട്. എഫെസ്യ ലേഖനം 6-ാം അധ്യായം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ആദാമ്യ പാപനിമിത്തം ഈ ലോകം സാത്താൻ്റെ കൈകളിലേക്ക് വഴുതി വീണു. നിങ്ങൾ എത്ര പേരത് മനസ്സിലാക്കുന്നു? വേദപുസ്തകം പഠിക്കുന്ന പഠിതാക്കളത് ആത്മാവിൽ പഠിക്കുന്നവർ, ചുമ്മാ ബുദ്ധി കൊണ്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. പരിശുദ്ധാത്മാവിൽ മുഴങ്കാൽ മടക്കിയിരുന്ന ആത്മാവിൽ വചനം പഠിക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച് ഡിഗ്രിയൊക്കെ എടുത്ത ആൾ, അതിനൊന്നും കാക്കാശിന് വരെ ഞാൻ കൊടുക്കുന്നില്ല. പിതാക്കന്മാരായ ദൈവവൃത്തന്മാരിൽ നിന്നും മുഴങ്കാലിരുന്ന് ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു സ്കോളറല്ല, ഞാനൊരു അറിവുള്ളവനല്ല, ഞാൻ തികഞ്ഞവനല്ല, എനിക്ക് യാതൊരു അറിവും കഴിവും പ്രാപ്തിയും ഒന്നും എനിക്കില്ല. പക്ഷേ വചനം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു കർത്താവ്. അതുപോലെ ദൈവദാസന്മാർ എന്നെ പ്രാർത്ഥിച്ചവർക്ക് അവരെനിക്ക് ഓർഡിനേഷൻ തന്നു. ബൈബിൾ കോളേജിലെ ഓർഡിനേഷൻ എനിക്ക് കിട്ടിയെങ്കിലും ഞാനതിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല. ഞാൻ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ദൈവവചനം ഭരമേൽപ്പിച്ച ദൈവവൃത്യന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വചനം ഭരമേൽപ്പിച്ചപ്പോൾ എനിക്ക് ബോധ്യമായി ദൈവം എന്നെ വചനം ഭരമേൽപ്പിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നമുക്ക് പോരാട്ടമുള്ളതായി ജഡരക്തങ്ങളോടല്ല, IPCക്ക് ഷാരോനോടല്ല, ഷാരോനോട് IPCയോടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനയോടല്ല നമുക്ക് പോരാട്ടം. ഇന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ കൺവെൻഷൻ പന്തൽ വലുതാക്കാൻ, ഞങ്ങളുടെ സ്റ്റേജ് വലുതാക്കാൻ, ഞങ്ങളുടെ കൂട്ടം വലുതാക്കാൻ, ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾ വലുതാക്കാൻ, ഞങ്ങളുടെ എണ്ണം വലുതാക്കാൻ, ഞങ്ങളുടെ സഭകൾ വലുതാക്കാൻ മത്സര ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഈ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ് ദൈവവചനം പറയുന്നത്. ഈ ഭൂമി ഭരിക്കുന്ന അദൃശ്യ ശക്തികളെ തിരിച്ചറിയുക പെന്തക്കോ സമൂഹമേ. ഇതാ പൗലോസ് പറയുകയാണ്, മുന്നറിയിപ്പ് തരിക. വെളിപ്പാട് പുസ്തകം 12:12 എടുത്ത് വായിച്ചു. 12:12 വായിച്ചു. ഞാൻ പെട്ടെന്ന് നിർത്താം. 12:12 വായിച്ചു. പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്നത്തെ കേരളം കത്തുന്നതിന്റെ പിന്നിലുള്ള ഒരു വചന വെളിപ്പാട് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം.
പിശാച് തനിക്ക് അല്പമേ കാലമുള്ളെന്ന് കരുതി മഹാക്രോധത്തോടെ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 12:9 കൂടി ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. 12:9. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ആ ഭൂമിയിൽ വന്ന് കിടക്കുക. അവനിവിടെ ഇരുന്നുകൊണ്ടുള്ള അവന്റെ പണി എന്താ? ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുക, ജാതികളെ തമ്മിലടിപ്പിക്കുക, വർഗീയ വിഷം കുത്തിക്കയറ്റുക, രാഷ്ട്രങ്ങളെ തമ്മിലടിപ്പിക്കുക, ജാതികളെ തമ്മിലടിപ്പിക്കുക, യുദ്ധം ചെയ്യുക, രക്തപ്പുഴ ഒഴുക്കുക, സമാധാനം എടുത്ത് നഷ്ടപ്പെടുത്തി കളയുക. ഇസ്രയേൽ ഹമാസുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ച് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. കാലത്തിന്റെ ചുമരെടുത്ത് അറിയാനായതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നിട്ട് പ്രസംഗിക്കണ്ടേ അതിനുവേണ്ടി. ട്രംപ് വന്ന എല്ലാം ക്ലീൻ ആയിരുന്നു. LDF ഒരു എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ശരിയാക്കിയിട്ടിരിക്കുകയല്ലേ, ഇപ്പോൾ ഒരു പരുവാക്കിയിട്ടിരിക്കുകയല്ലേ. മനുഷ്യരൊക്കെ മരിക്കത്തക്ക ഗതികെട്ട അവസ്ഥയിലായി. ഒരു പാർട്ടിനെയും ഞാൻ പൊക്കി പറയുന്നില്ല കേട്ടോ, എല്ലാം കണക്കാ. കാനവച്ചൻ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട കാനവച്ചൻ പറഞ്ഞ പോലെ, ഒന്ന് പിശാചാണെങ്കിൽ ഒന്ന് ഭൂതം, മറ്റേ സാത്താൻ, എല്ലാം കണക്കാ. വിശുദ്ധന്മാർ ഈ നിലയിൽ പഠിച്ചോണം കാര്യങ്ങൾ. എനിക്കറിയാം ചില സ്ഥലങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ പെന്തക്കോസുകാർ ഇലക്ഷൻ വർക്കിന് പോകുന്ന കുറേ ജഡികന്മാരെ എനിക്കറിയാം. പേരും പ്രസ്ഥാനമൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല. വിട്ടുപോരുവിൻ, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാലേ നിങ്ങൾ ദൈവമക്കളാവൂ, അല്ലെങ്കിൽ സാത്താൻ്റെ മക്കളായി പോകും. അവരവിടെ പറയാനുള്ള ദൂതതാ. ഇവിടെ ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനുമെന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ ഭൂമിയിൽ കിടന്നുകൊണ്ട് പ്രവർത്തിക്കുക. അതാ പൗലൂസ്, ഉന്നതനായ ദർശനം ലഭിച്ച പൗലൂസ് പറയുന്നത്, ദൈവപ്രതിമയായ ക്രിസ്തുയേശുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഈ ലോകത്തിന്റെ ദൈവം സാത്താൻ, അവൻ ഹൃദയത്തെ കുരുടാക്കി, പുറം കണ്ണുകളെ കുരുടാക്കുന്നു, അകം കണ്ണുകളെ കുരുടാക്കുന്നു. പുറം കണ്ണ് കുരുടാക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് വരും അല്ലേ? അകം കണ്ട് കുരുടാക്കി കളയുന്നു. പുറം കണ്ട് നന്നായിട്ട് കാണാം. മൊബൈൽ മാന്താൻ നന്നായിട്ട് കാണണമല്ലോ. ഒരടക്ക ശുശ്രൂഷ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ മൊബൈൽ മാന്തിക്കൊണ്ടിരിക്കുക. ഇന്നാണെങ്കിൽ ഞാൻ പുറത്തോട്ട് ഇറക്കി വിളിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നല്ല 2 ഡോസ് കൊടുത്തു തന്നെ. തലമൂത്ത പാസ്റ്ററാണ്, ഞാനും തല നരച്ചതാ, പിന്നെന്താ. അവിടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മരിച്ചു കിടക്കുന്ന പാസ്റ്റർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് എല്ലാവരും ദുഃഖത്തിലിരിക്കുമ്പോൾ ഇവിടെ മാന്തല്. പാസ്റ്റർമാർക്ക് ഏറ്റവും കൂടുതൽ മാന്തലിപ്പോൾ. നിർത്തിക്കോ. ഞാൻ ഉൾപ്പെടെ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മൊബൈലിൽ കൂടി കണ്ട് സമയം കളയല്ലേ പ്രിയമുള്ളവരെ. വല്ല ആത്മീകമായ ഗുണമുള്ള കാര്യം വല്ലതുകൊണ്ടേ കണ്ടു. ഞാനതിനെതിരല്ല, ഞാനത് ചെയ്യുന്നുണ്ട്. മറ്റതൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ അപ്പോസ്തലന്മാർ നമുക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം. പ്രവൃത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായങ്ങളിൽ നമുക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളുണ്ട്. 4-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിലാണ് വെളിപ്പാട് പുസ്തകം. എല്ലാം ഇത് വായിച്ചു പഠിക്കുക, 100 പ്രാവശ്യം വായിച്ചു പഠിക്കുക, അത് ഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, അത് ആത്മാവിൽ വചനം ഗ്രഹിക്കുക, പഠിക്കുക, അത് ആത്മാവിൽ പ്രസംഗിക്കുക. അല്ലാതെ നമുക്ക് രക്ഷയില്ല. ഹല്ലേലൂയ. ഭൂലോകത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചിന് അല്പമേ കാലമുള്ളെന്ന് കരുതി മഹാക്രോധത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് 12:10 സഹോദരന്മാരെ, രാപ്പകൽ ദൈവത്തിൽ കുറ്റം ചുമത്തുന്ന അപവാദി. കുറ്റമില്ലാത്തത് ഒന്നും പറയുമ്പോൾ അത് അപവാദമാണ്. കുറ്റമുള്ളത് പറഞ്ഞാൽ ഓക്കെ, കുറ്റമില്ലാത്തത് പറയുമ്പോൾ അപവാദം. കുറ്റമുള്ളതും പറയേണ്ടവരോട് മാത്രമേ പറയാവുള്ളൂ. ഭാഷമുള്ള കുറ്റം ലോകത്തോട് പ്രസംഗിക്കരുത്. പല്ലുകുത്തി മണപ്പിക്കരുത്.
ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പാസ്റ്റർമാർ പരിജ്ഞാനമില്ലാതെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ചെവിക്ക് പിടിച്ചേനെ അവരുടെ. ഒരു പാസ്റ്ററിനെ ഞാൻ ശാസിച്ചു, കാരണം അസഭ്യമായ ഭാഷകൾ പറഞ്ഞപ്പോൾ പാസ്റ്ററെ നമ്പർ തപ്പിയെടുത്ത് പറഞ്ഞു, അച്ഛാ 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 ക്ഷമിക്കണം അച്ഛാ, അച്ഛാ ക്ഷമിക്കണം അച്ഛാ, ക്ഷമിക്കണം അച്ഛാ. ഹല്ലേലൂയ. അപവാദം പറഞ്ഞു വരുത്തരുത്, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു വരുത്തരുത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ആ പറഞ്ഞു വരുത്തുന്നവിടെ നാവ് ആരായി? സാത്താൻ്റെ നാവായി. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം ഭൂലോകത്തെ മുഴുവൻ തെറ്റിക്കുക, ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഒക്കെ തെറ്റിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഹിജാബ് വിഷയം അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സമാധാനത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സംഘങ്ങളും സ്കൂളുകളെല്ലാം തകിടം മറിയാനിടയായി. ഈ പിശാചിൻ്റെ ചതി തിരിച്ചറിയുക. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് തിരിച്ചറിയുക. സർവഭൂമിയും സർവഭൂലോകവും ദുഷ്ടൻ്റെ അധികാരം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, ഈ ലോകത്തിൻ്റെ സാത്താൻ പ്രഭു, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ, ഈ ലോകത്തിൻ്റെ പ്രഭു സാത്താൻ എത്രയോ ഭാഗത്ത് പറയുന്നു. മോദി ഭരിക്കുന്നു, ട്രംപ് ഭരിക്കുന്നു, അവർ ഭരിക്കുന്നു, ഇവർ ഭരിക്കുന്നു, എല്ലാം ശരി തന്നെ. ആത്മീകമായൊരു ഇന്നർ ഭരണം സാത്താൻ നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ നടുവിൽ ദൈവപുത്രൻ വന്നു, ജീവനുള്ളത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു, പരിജ്ഞാനം തന്നു. ആ പരിജ്ഞാനത്തെ കുടിച്ചു മൂടരുത് പെന്തക്കോസ്തുകാരെ. ആ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനവും ആ വചന വെളിപ്പാടുകളും ആർത്തിയോടെ പഠിച്ച് പ്രാപിച്ച് ആ വചന വ്യവസ്ഥയിൽ നിലനിന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളണം ദൈവസഭ. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാച്ചുകളോടും അധികാരങ്ങളോടും ഈ അന്ധകാലത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസ്യനോടും അത്രേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുർദിവസത്തെ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളു. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. പത്രോസ് എന്താ പറയുന്നത്? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. യാക്കോബ് എന്താ പറയുന്നത്? നിർമ്മതരായിരിപ്പിൻ. പത്രോസ് പറയുന്നു 1 പത്രോസ് 5 നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിങ്ങൾ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. അവനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. നീ യാക്കോബ് പറയുന്നവിടെ ശ്രദ്ധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് എന്താ പറയുന്നേ? 4-ാം അധ്യായം. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുകയും എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ 3 അപ്പോസ്തലന്മാർ പറയുക. പഴയതിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്, ഒത്തിരി വേദഭാഗങ്ങളുണ്ട് എന്നോട് പറയാൻ. എൻ്റെ മുൻപിൽ സമയമില്ലല്ലോ. പിശാചിനോട് എതിർത്ത് നിൽക്കാൻ നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. പിശാചിനെ അവൻ്റെ പ്രവൃത്തികളെയും തിരിച്ചറിയുക, വചനത്തിലൂടെ തിരിച്ചറിയുക. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. സ്വത്രം. കൊലോസ് ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. ഞാനത് നിങ്ങളോട് പറയാൻ എനിക്ക് പ്രേരണയുണ്ട്. കൊലോസ് ലേഖനം 2-ാം അധ്യായം എടുത്താട്ടെ, ചില മിനിറ്റുകൾ കൂടി. കൊലോസ് ലേഖനം 2-ാം അധ്യായം. ഹല്ലേലൂയ. 8-ാം വാക്യം. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിക്കും. ഇത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായി അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. തലയായവനിൽ നിന്ന് നമുക്ക് പൂർണ്ണത പ്രാപിക്കാൻ കഴിയും. എങ്ങനെ? തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ കേട്ടനുസരിക്കുമ്പോൾ ആത്മീക പൂർണ്ണതയിലേക്ക് നടത്തപ്പെടാൻ. അതാ 19-ാം വാക്യം പറയുന്നത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്.
ഈ തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആരെ വെറുതെ തെറ്റിക്കരുതെന്ന് പറയേണ്ട കാര്യം എന്താ? ക്രിസ്തുവിൻ്റെ ഉപദേശം മുറുകെ പിടിക്കാതിരിക്കുന്നവൻ വെറുതെ തെറ്റിക്കുന്നു. ഇത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് പറയുന്നു, തലയായവനും നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു, ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു. ഓ, എത്ര മനോഹരമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് ഇന്ന് പലകാലം കർത്താവ് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണത്തെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ നമ്മുടെ വിരുദ്ധ തെറ്റിക്കുക. പൗലോസ് പറഞ്ഞ നല്ല പോർവിരുദ്ധ ഓട്ടം തികച്ചു. ഒരു ഓട്ടം, ആത്മീയ ഓട്ടക്കളത്തിൽ പൗലോസ് ഓടിക്കൊണ്ടിരിക്കുക. ആ ഓട്ടത്തിൻ്റെ വിരുദ്ധ തെറ്റിക്കാൻ കഴിയുന്നവരാരാണെന്ന് പെന്തക്കോസ് സമൂഹമേ ഇനിയെങ്കിലും മനസ്സിലാക്ക്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിക്കാതിരിക്കുന്നവർ എൻ്റെയും നിൻ്റെയും വിരുദ്ധ തെറ്റിച്ച് കളയും. പിന്നെ കിടന്ന് അയ്യം വിളിച്ചിട്ട് കഥയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നാക്കളെ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ വിച്ഛേദനക്കാരെ സൂക്ഷിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം പ്രസംഗിച്ച് സഭയെ നടത്തുന്നവരെ മാത്രമേ നമ്മൾ വിശ്വസിക്കാവുള്ളൂ. പഴയ നിയമം നിഴലായിട്ടും പുതിയ നിയമം പൊരുളായിട്ടും പ്രസംഗിച്ച് ജനത്തെ ആത്മീയമായി വളർത്തിയെടുക്കുന്നവർ, പഴയ നിയമം കൊല്ലുന്ന പ്രമാണം, മരണത്തിൻ്റെ പ്രമാണം, ഇരുട്ടിൻ്റെ പ്രമാണം, പുതിയ നിയമം ഞാനോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഹല്ലേലൂയ, 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 സ്തോത്രം. വരാം തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ 7-ാം വാക്യം തൊട്ട് വായിക്കുന്നു ഒന്നുകൂടി. സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും, അത് അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുക. സഹോദരന്മാരെ, ഞങ്ങളുടെ, പൗലോസും കൂടെയുള്ള അപ്പോസ്തലന്മാരെ, ഞങ്ങളുടെ കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി. ആരുടെ വിശ്വാസം? തെസ്സലോനിക്കയിലെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. ഭൂമിയിൽ ഏതെങ്കിലും ഒരു സഭയിലെ അവിടുത്തെ സഭ വിശ്വാസികളുടെ വിശ്വാസവും പ്രത്യാശയും സന്തോഷവും സമാധാനവും കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശയും കണ്ട് നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളൊരു സഭയുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷം. അങ്ങനെ ഉണ്ടാകണമെന്നുള്ളതാണെന്ന് എൻ്റെ നിർബന്ധം. അതിനാണ് ഞാൻ കണ്ടക്ഷോഭം ചെയ്യുന്നത്, അല്ല വേറെ ഒന്നിനുമല്ല. എനിക്ക് ആരോടും പകയും വിദ്വേഷം പിണക്കമൊന്നുമില്ല. എല്ലാ സഭകളും ഈ തെസ്സലോനിക്ക സഭയുടെ ആത്മീയ നിലവാരത്തിലേക്ക് വരണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചതാ, നിങ്ങൾ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതിയറിയിപ്പാൻ ആവശ്യമില്ല. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് തെസ്സലോനിക്ക സഭ അറിയുന്നു. ഇന്നത്തെ ഏത് സഭയ്ക്ക് അറിയാം കർത്താവിൻ്റെ വരവ്? കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത എത്രയോ സഭകളുണ്ട്. കർത്താവിൻ്റെ വരവ് വിശ്വസിക്കാത്ത സഭകളുണ്ട്. ഇനിയുള്ള പ്രസംഗങ്ങൾ മുഴുവൻ കർത്താവിൻ്റെ വരവിനെ കുറിച്ചായിരിക്കണം. ഒരുക്കം, 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 ഒരുക്കം. മണവാളം വരുമ്പോൾ മണവാട്ടി ഒരുങ്ങിയിരിക്കണ്ടേ? സങ്കീർത്തന പുസ്തകത്തിൽ ഒരു സങ്കീർത്തനത്തിൽ എന്താ ഉള്ളത്? ഞാൻ ആ സങ്കീർത്തനം നോക്കട്ടെ. ഹല്ലേലൂയ. 45-ാം സങ്കീർത്തനം. അല്ലയോ കുമാരി, കേൾക്കാ, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ മൃദുഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണ്ണുള്ളതാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ഈ ചിത്രത്തയ്യലുള്ള വസ്ത്രം സഭ നെയ്തെടുക്കുന്നതാണ്, ഓരോരുത്തരും നെയ്തെടുക്കുന്നതാണ്. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. കർത്താവിൻ്റെ സഭയെക്കുറിച്ച് പറയുന്ന ഉപദേശമായത് പ്രാവചനിക ഉപദേശമാണ്. ഓരോ പുത്രന്മാര് അപ്പന്മാരെ ഭൂമി വിഴുങ്ങിയപ്പോൾ രക്ഷപ്പെട്ടു വന്ന ഭക്തന്മാരെഴുതിയ സങ്കീർത്തനമായത്. ഇന്ന് ഒരു കല്യാണത്തിൽ പോയിട്ട് ഞാനിതൊന്നും പ്രസംഗിച്ച് കേട്ടിട്ടില്ല. ഞങ്ങളൊക്കെ ഇത് പ്രസംഗിക്കാറുണ്ട്. ഇപ്പോൾ കല്യാണത്തിന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ
കല്യാണങ്ങൾ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക പാസ്റ്റർമാർ. ഒന്നുമില്ലേ എഫേസു ലേഖനത്തിലെ ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച് അത്രേ പറയുന്നു എന്നുള്ളൊരു ഭാഗം പോലും പറയാത്ത എത്രയോ കല്യാണങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, ദർശനം നഷ്ടപ്പെട്ട അഹരോൻ ലീഡർഷിപ്പാണ് ഈ സഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും കുറിച്ചല്ല. ഇതിനിടയിൽ ദർശനമുള്ള അനേകരുണ്ട്. അവർക്കായി ദൈവത്തിന് സ്തോത്രം. പക്ഷെ അത് ശേഷിപ്പ് മാത്രമേ ഉള്ളൂ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട രണ്ടുപേരും ഒരിളം തലമുറയും വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ച പോലെ ഒരു ശേഷിപ്പ്. നോഹയുടെ കാലത്ത് കൃപയാൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പ് 8 പേർ. ബഹുഭൂരിപക്ഷവും നാശത്തിൻ്റെ വിശാലമായ വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ നോവ്. അതുകൊണ്ടാണ് ഞാൻ രോഷാകുലനാകുന്നത്. ചില സമയത്ത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് നേരെ ചൊവ്വേ ജീവിക്കാതെ ദുരാത്മാവ് കയറി കൈവിടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ഒരു കാലത്ത് നന്നായി ജീവിച്ചു, പിൽക്കാലത്ത് വിശ്വാസം ത്യജിച്ചാൽ രക്ഷപ്പെടുമോ? പത്താം അധ്യായം 23 വരെ ഒന്ന് വായിച്ചേ. എബ്രായർ 10:23 മുതൽ ഞാൻ വായിക്കാം. 26 മുതൽ. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടിയൊന്നും യാഗം വിശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമടി കെട്ടി മരണശിക്ഷ കൽപ്പിക്കുന്നുവല്ലോ. അത് മോശയുടെ പ്രമാണത്തെക്കുറിച്ചാണ്. 26, 27, 28 വാക്യങ്ങൾ 10 എബ്രായർ. ഇനി അടുത്ത് 29 മുതൽ നമുക്കുള്ള ഡോസ. ദൈവോത്തരനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കാഠിന്യമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തന്നെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം! പഴയ നിയമഭക്തനും പുതിയ നിയമഭക്തനും പാപം ചെയ്താൽ ശിക്ഷ ഉണ്ടെന്ന് അങ്ങോട്ട് പഠിച്ചോ. നമ്മൾ ലഘുവായിട്ടൊന്നും അതിനെ കാണണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് വന്ന് കൺക്ലൂഷൻ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. യഹൂദന്മാരെ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥതയിൽ നിലനിന്നവരോട് യോഹന്നാൻ 8 കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. ഇവിടെ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്മാരും പരിശോധനകളിലും പ്രശ്നത്തിലൂടെയൊക്കെ പോവുക. മാനസിക സംഘർഷങ്ങളുണ്ട്, ദുഷ്ടനായ സാത്താൻ്റെ പോരാട്ടങ്ങളുണ്ട്, ലോകം ജഡം പിശാചിനോട് അവർ പോരാടിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ പാസ്റ്റർമാർക്ക് ഈ പോരാട്ടങ്ങളൊന്നുമില്ല. അവർ സമ്പൽ സമൃദ്ധമായ അവസ്ഥയിൽ കിടക്കുക. സൂക്ഷിച്ചോ. അപകടത്തിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഭ. തെസ്സലോനിക്ക സഭ വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞിട്ട് അവരെ ഉപദേശം പഠിപ്പിക്കുന്ന അപ്പോസ്തലന്മാർക്ക് എന്തുണ്ടായി? ആശ്വാസമുണ്ടായി. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ വീണ്ടും ജീവിക്കുന്നു. ശക്തിയോടെ അവർക്ക് ജീവിക്കുവാനുള്ള പ്രചോദനം കിട്ടുക. മോട്ടിവേഷൻ, പ്രചോദനം. തെസ്സലോനിക്ക സഭയിൽ നിന്ന് അവർക്ക് ലേഖനം എഴുതിയ അപ്പോസ്തലന്മാർ പ്രചോദനം ഉൾക്കൊണ്ടു. ഇന്നത്തെ സഭകളിൽ നിന്ന് എന്ത് പ്രയോജനം കിട്ടുന്നത്?
എന്തെങ്കിലും ഗുണം എടുത്ത് പറയാനുണ്ടോ? അപ്പം നിങ്ങൾ പറയുമായിരിക്കും ഉണ്ട്. ഉണ്ടെങ്കിൽ സന്തോഷം, അതുണ്ടാകണം. അതിനാണ് ഞാൻ ഈ പറയുന്നത്. പല സഭകളും ആത്മീയമായി ഉണർന്നുകൊണ്ടിരിക്കുക, ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് പല കൂട്ടങ്ങളും ഉണർന്നുകൊണ്ടിരിക്കുക, പല സൂം മീറ്റിങ്ങുകളും വളരെ നല്ല കാഴ്ചപ്പാടോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയതിൽ സന്തോഷമുണ്ട്. എന്നെയും പല സൂം മീറ്റിങ്ങിലൊക്കെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവസരം കിട്ടിയാൽ പ്രസംഗിക്കും. അവസരം കിട്ടാനായിട്ടുള്ള സർക്കസൊന്നും എൻ്റെ കയ്യിലില്ല. ആരെങ്കിലും വിളിച്ചാൽ മാന്യമായി യോഗ്യമായ നിലയിൽ പ്രസംഗിച്ചിട്ട് പോകും, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ. സൂം മീറ്റിംഗ് പ്രസംഗിക്കാൻ വേണ്ടി കിടന്ന് കടിപിടി കൂടുന്നവരുണ്ട്. എന്തിനാണാവോ? എന്താ അതിൻ്റെ ഉദ്ദേശശുദ്ധി? ഹല്ലേലൂയ. വേലക്കാരൻ കൂലിക്ക് യോഗ്യനെന്നുള്ള വചനം അവരുടെ പുസ്തകത്തിലില്ലേ? എൻ്റെ പുസ്തകത്തിൽ എന്തായാലും ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും കർത്താവ് കൂടെ ഉണ്ടെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. അടുത്ത്, നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എന്തൊന്ന് സ്തോത്രം വരുവാൻ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി നിങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഉപദേശവും പ്രാർത്ഥനയും അപ്പോസ്തലന്മാർ കൊടുക്കുകയാണ് സഭകളിൽ. എന്തൊക്കെയാണ്? 14-ാം വാക്യം, തങ്കലിപികളിൽ എഴുതേണ്ട വാക്യം, 1 തെസ്സലോനിക്കർ 3:14. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഉപദേശം കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പോസ്തലന്മാർ. ഇവിടെ ഏത് സഭകളുണ്ട് ഉപദേശം കൊടുത്ത് പ്രാർത്ഥിക്കുന്നവർ? കണ്ട ചപ്പിനും ചവറിനും വേണ്ടി കിടന്ന് പ്രാർത്ഥിച്ച് തലയെറിഞ്ഞ് പ്രാർത്ഥിച്ച് അവശരാകുന്നവരല്ലേ കാണാൻ കഴിയുള്ളൂ? അല്ല വാസ്തവേ, അവശരാകുന്നില്ല. അവർ നല്ല ഹൈ പൊസിഷനിൽ നിൽക്കുക. ഈ റൺ റേറ്റ് ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുന്ന പോലെ ഭൗതികമായി ഏറ്റവും ടോപ്പ് സ്കോറിൽ നിൽക്കുക. നല്ല കാര്യം. എപ്പോഴാണ് തലയും കുത്തി തറയിൽ പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. ഘട്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പോകാൻ ആ പ്രമാണം. ഭൗതികമായ ടോപ്പ് സ്കോറിൽ നിന്നാൽ ഗുണം പിടിക്കാൻ സാധ്യത കുറവാണ്. സക്കായി യേശുവിനെ കണ്ടപ്പോൾ പകുതി ദരിദ്രർക്ക് കൊടുത്തു, ചതിവായി വാങ്ങിയെങ്കിൽ 4 മടങ്ങ് കൊടുത്തു. സക്കായി നിരപ്പുള്ളവനായി മാറി, സുഗമമായി യാത്ര ചെയ്യാനിടയായി. ദൈവരാജ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ ഭൗതികമായ വർധനവ് തടസ്സമാണെന്ന് പെന്തക്കോസ്തുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അല്ലെങ്കിൽ അതുപോലെ ആത്മീക പക്വത വരണം. അങ്ങനെ വന്നാൽ പോലും എൻ്റെ ചിന്ത സാത്താൻ ആ കെണി കൊണ്ട് പെടുത്തുന്ന. അല്ല, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് ഹൃദയം ഇരിക്കും. പതി അക്രമമുള്ള പിന്നെ ഹൃദയം അങ്ങോട്ട് വലിച്ചോണ്ട് പോകും. കർത്താവിന് കൊടുത്ത ഹൃദയം താത്താൻ അങ്ങോട്ട് വലിച്ചോണ്ട് പോകും. ഇത് കർത്താവിനറിയാം, അപ്പോസ്തലന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് ഉപദേശം തന്നേക്കുന്നേ. നമ്മളത് തിരുത്താൻ നിൽക്കണ്ട, നമ്മളായിട്ടത് തിരുത്തണ്ട. തിരുത്താൻ ആർക്കും അവകാശമില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗ്ഗത്തിനൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാലവൻ ശാപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാരും കർത്താവും പറഞ്ഞിരിക്കുന്ന ഉപദേശം തിരുത്താൻ നമ്മൾ ആരും നോക്കണ്ട. അപ്പോസ്തലന്മാർ തരുന്ന ഉപദേശം മുഴുവൻ കർത്താവിൻ്റെ ഉപദേശമാണ്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. പിതാവേ, നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ഈ ലോകത്തിലേക്ക്. അപ്പൊ കർത്താവ് വചനം പരമേൽപ്പിച്ച് അയച്ചവരാണ് ആദിമ അപ്പോസ്തലന്മാർ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദാ, അവരല്ല. അവർ പറയുന്ന മര്യാദയ്ക്ക് കേട്ടനുസരിച്ചോണം. അതിനപ്പുറം പോകരുത്, ഇപ്പുറം പോകരുത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ വിട്ടുപോയാൽ ദൈവമില്ലാത്ത നിരീശ്വരന്മാരുടെ ലിസ്റ്റിൽപ്പെടും. സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോകുന്നു. സ്തോത്രം. നമ്മുടെ ദൈവവും പിതാവുമായവൻ, നമ്മുടെ കർത്താവുമായ യേശു ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകട്ടെ. നമ്മൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ക്ലോസ്
യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഞാനിവിടെ എടുത്തു പറയുക. ഏറ്റവും മുഖ്യ കൽപ്പന വിശ്വാസികൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. എനിക്ക് ഈ ഇടയ്ക്കൊരു സഹോദരനോട് അല്പം നീരസമുണ്ടായി. ഞാൻ ആ സഹോദരൻ്റെ വീട്ടിനടുക്കലേക്ക് വന്നപ്പോൾ കർത്താവ് എനിക്കത് ഓർമ്മപ്പെടുത്തി. ഉടനെ ഞാൻ വീട്ടിലോട്ട് കയറി, സഹോദര, എന്തെങ്കിലും എന്നെക്കുറിച്ച് നിങ്ങൾ പ്രയാസമുണ്ടെങ്കിൽ ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്ഷമയാചന നടത്താനിടയായി. കാരണം നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ള ഏക കൽപ്പന, ഇതിൽ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്നുള്ളതും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കുറിക്കൊള്ളണേ. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായ ദൈവത്തിന് എന്തൊരു സ്തോത്രം ഞങ്ങളാൽ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിഞ്ഞ് നിങ്ങൾ വീണ്ടും ജീവിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെയും സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾ സന്തോഷിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായ ദൈവത്തിന് എന്തോ ഒരു സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവന് നമ്മുടെ കർത്താവും യേശുവും നിങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും, ഈ ക്ലോസ് ശ്രദ്ധിക്കണേ, തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാകട്ടെ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തൻ്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ മുൻപാകെ വിശുദ്ധീകരണത്തിനായി അനന്യമായി വെളിപ്പെടുവണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകും. ഈ വിശുദ്ധീകരണത്തിനായി എന്നുള്ളൊരു സബ്ജക്റ്റ് റോമർ 6:19 വിശുദ്ധീകരണം. ഇത് ഞാൻ തനിയായിട്ടെടുത്ത് പ്രസംഗിക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധീകരണം, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം റോമാലേഖനം പഠിപ്പിക്കുന്ന ശക്തമായൊരു പഠനമാണ്. നീതീകരണത്തെക്കുറിച്ചും വിശുദ്ധീകരണത്തെക്കുറിച്ചും പലരുമൊക്കെ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ വിശുദ്ധീകരണം നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് വിശുദ്ധീകരണം എന്നുള്ള ഉപദേശം വളരെ പ്രാധാന്യമാണ്, വളരെ ശക്തമാണ്. ദൈവം നമ്മെ നീതീകരിച്ചു. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ ദൈവത്തിന് നീതീകരണം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി. ആ നീതീകരണം പ്രാപിച്ചവൻ നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും വരെ? കർത്താവിൻ്റെ ഒരുവരെ അല്ലെങ്കിൽ മരണം വരെ. അപ്പോഴാണ് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടുന്നത്. അല്ല, അതൊന്നും തേജസ്കരണം കിട്ടത്തില്ല. ഇത് മൂന്നും കൂടി കോർത്തിണക്കി ഞാൻ പ്രസംഗിക്കാറുണ്ട്. പ്രസംഗിച്ച വീഡിയോകളിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്നാൽ ഈ വിശുദ്ധീകരണം എന്നുള്ള വിഷയം ഒന്നുകൂടി എടുത്ത് പറയണം. അത് പറയാനുള്ള സമയം ഇപ്പം നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ തന്നെ എപ്പിസോഡ് 4 അതുകൊണ്ട് അത് തനിച്ച് ഞാൻ കർത്താവ് അനുവദിച്ചാൽ തൻ്റെ ഒരു താമസമെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ആ വിഷയം ഒരു മെസ്സേജായിട്ട് നിങ്ങളുടെ മുൻപാകെ നിങ്ങളുടെ വാട്സപ്പുകളിലെത്തും. ഒപ്പം യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യും. നിങ്ങളത് കേൾക്കുക. ഈ വചനങ്ങളെല്ലാം കേട്ടനുസരിച്ച് ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുക. ഞാൻ ചിലപ്പോൾ ഇച്ചിരി ശാസിക്കുകയോ തർജ്ജനം ചെയ്യുകയോ ഇച്ചിരി വഴക്കുറയോ ചെയ്യുന്നെങ്കിൽ എൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ആരും നഷ്ടപ്പെട്ടു പോകരുത്. കാരണം ഈ കൈവിടപ്പെട്ടു പോയാൽ കോടാനുകോടി വർഷം നമ്മൾ നരകത്തിൽ കിടക്കേണ്ടി വരും. സ്വർഗം നമുക്ക് കിട്ടിയില്ലെങ്കിൽ നരകത്തിലെ വാസം കോടാനുകോടിയാണ്. ഒരല്പസമയം കഷ്ടം അനുഭവിച്ച് റിലീസ് കിട്ടിയാലും ഓക്കെ, അതില്ല ദൈവമക്കളെ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കർക്കശമായിട്ട് പ്രസംഗിക്കുന്നത്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന ആരും നിത്യാഗ്നിയിലേക്ക് പോകരുത്. എല്ലാവരും കാഹളം ധനിക്കുമ്പോൾ അതിനുമുമ്പ് മരിച്ചു പോയാൽ ഓർത്ത് എന്നേറ്റ് വേണം ജീവനോടിരുന്നാൽ രൂപാന്തരം പ്രാപിക്കും. അതിനായിട്ട് എളിയ സന്ദേശം മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഞങ്ങളെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം.